ഹായ് ഹലോ, എന്തുണ്ട് വിശേഷം? ഇന്നൊരു മീൻ കറി വയ്ക്കാം. അരക്കിലോ കരിമീൻ നമുക്ക് കറി വയ്ക്കാം. അതിലേക്ക് അരപ്പിനുള്ള സാധനങ്ങൾ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചട്ടി എടുത്ത് വെച്ചു. 5-6 ഇഞ്ചിയുടെ ഇല നിരത്തി കൊടുത്തു. അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം അടുക്കി വെച്ചു. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തിട്ട് വയ്ക്കാം. ഞാനൊരു 3 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. പുളി കുറവുള്ളവർക്ക് 2 കഷ്ണം എടുത്താൽ മതി. അത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ പുളിയൊന്ന് തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളമൊക്കെ തിളച്ച് മാറ്റി വെച്ചു. ഇനിയൊരു ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ചട്ടി ചൂടായി. ഒരു അല്പം വെളിച്ചെണ്ണ നമുക്കൊഴിച്ച് കൊടുക്കാം. എണ്ണ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉലുവയും കടുകും കൂടെ ഒന്ന് പൊട്ടിക്കാം. രണ്ടും പൊട്ടി വന്നു. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കിക്കോളൂ. അപ്പം നമ്മുടെ മീൻ കഷ്ണമൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് രണ്ടും മൂത്തു. അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. എരിയില്ലാത്ത 2 പച്ചമുളകാണ്. കൂടെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി മല്ലിപ്പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കോട്ടെ. നമ്മുടെ മല്ലിപ്പൊടി മൂത്ത് വന്നു. ഇനി ഒരു 1.5 സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു. ഇനി ആ മുളക് പൊടിയുടെ പച്ചച്ചുവയ്ക്ക് ഒന്ന് മാറട്ടെ. അത് മൂത്ത് വന്നു. ഇനി ചെയ്യാൻ പോകുന്നത് തിളപ്പിച്ച് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, നമ്മുടെ ആ തിളപ്പിച്ച് വെച്ച പുളിവെള്ളം നമ്മൾ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി അതൊന്നുകൂടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് നമ്മുടെ അരപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളൊക്കെ ഉടയാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ചട്ടി നമുക്കൊന്ന് ചുറ്റിച്ചെടുത്ത് ഒരല്പം കറിവേപ്പിലയും മീതേക്ക് തൂവി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ സെറ്റപ്പാക്കി വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഏകദേശം നല്ല സൂപ്പർ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് എരിവും കാര്യങ്ങളൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടുകയോ കുറയ്ക്കുകയോ അത് അവരവരുടെ ഇഷ്ടം. നമ്മുടെ കപ്പയും മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന രീതിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.